ഹായ്, എൻ്റെ പേര് അഭിരാമി കൃഷ്ണ. മെയ് 18 OT എക്സാമിലെ വിന്നറാണ് ഞാൻ ജിനൂസ് അക്കാഡമിയിലാണ് പഠിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ജിനൂസ് അക്കാഡമിയോട് ഒരു വലിയ നന്ദി പറയാനുണ്ട്. കാരണം ജിനൂസ് അക്കാഡമിയുടെ ക്ലാസ് കൊണ്ട് മാത്രമാണ് എനിക്ക് OT ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ജിനൂസ് അക്കാഡമിയുടെ ക്ലാസ്സിനെ പറ്റി പറയുവാണെങ്കിൽ ജിനു മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. മാം ഓരോ ക്യൂ കാർഡും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച സ്റ്റുഡൻസിനെ കഴിഞ്ഞും ഡിഫറെൻ്റ് ആയിട്ട് ജിനൂസ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് എങ്ങനെ പറയാമെന്നും മാം ആദ്യം മുതലേ കോച്ചിങ് തന്നു. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി മാമും സ്പീക്കിംഗ് തന്നെയാണ് ട്രെയിൻ ചെയ്തത്. ആദ്യം മുതലേ മാം എല്ലാവരെയും ഓരോരുത്തരെ എണീപ്പിച്ച് നിർത്തി ഒരു ക്യൂ കാർഡ് എങ്ങനെ നമുക്ക് മറ്റുള്ള സ്റ്റുഡൻസ് ഇരിക്കെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാമെന്നുള്ള ട്രെയിനിങ് മാം അങ്ങനെ പറയിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ കുറച്ച് കോൺഫിഡൻസ് കുറവായിരുന്നെങ്കിലും പിന്നെ എല്ലാവർക്കും നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം ടൈമിൽ ഞാൻ ഇന്റർലെക്യൂറിന് മുമ്പിൽ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് ഇരുന്നത്. എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ റീഡിങ്ങിന്റെ കാര്യത്തിൽ ജോയൽ സാറാണ് റീഡിങ് എടുത്തത്. ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സാറിന്റെ ടിപ്പും ട്രിക്കും ആദ്യം മുതലേ ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് എൻ്റെ റീഡിങ്ങിൽ ഉണ്ടായിരുന്നു. റീഡിങ്ങിൽ എനിക്ക് ആദ്യം മുതലേ എല്ലാ ആൻസേഴ്സും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് കറക്റ്റ് ടൈമിൽ എനിക്ക് എല്ലാ ആൻസേഴ്സും കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. റീഡിങ് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ജിനൂസ് അക്കാഡമിയിൽ. അതുപോലെ തന്നെയാണ് ലിസണിങ്ങും ജോയൽ സാറും ജിനു ആൻ്റണി സാറുമാണ് എടുത്തത്. പണ്ടൊക്കെ ഞാൻ ലിസണിങ് ചെയ്യുന്ന സമയത്ത് സി പാർട്ടിൽ ഈ ക്വസ്റ്റ്യൻ ആണോ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് എത്തിയോ എന്താണ് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ജിനൂസ് അക്കാഡമിയിൽ പഠിച്ചതിന് ശേഷം ഇന്ന് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതിൻ്റെ ആൻസർ ഇതാണ് എന്നെനിക്ക് കുറച്ചെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ലിസണിങ് എനിക്ക് കുറച്ചുകൂടെ ഈസിയായി. എ പാർട്ടിലൊക്കെ എനിക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഷാദിയ മാം ഓരോ ലിസണിങ് വേർഡ്സും കണ്ടുപിടിച്ച് ഡെയിലി ബേസിസിൽ എല്ലാ സ്റ്റുഡൻസിനും ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കും. അത് ക്ലാസ് ടെസ്റ്റ് നടത്തുമായിരുന്നു. അതുപോലെ തന്നെ സിനനിൻ്റെ മീനിങ്സ് എല്ലാം ഷാദിയ മാം നമുക്ക് കണ്ടുപിടിച്ച് ഓരോ ദിവസം തരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റ് ഫുൾ ഓൾ ലിസണിങ്ങിൽ റീഡിങ്ങിലും ഒക്കെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് റൈറ്റിങ്ങും എല്ലാ ട്യൂട്ടേഴ്സും ഭയങ്കര സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. അതുപോലെ കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്ത് കറക്റ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് എല്ലാം യൂസ് ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് റൈറ്റിംഗ് വളരെ ഇഷ്ടമാണ് ജിനൂസ് അക്കാഡമിയുടെ റൈറ്റിംഗ്. അതുപോലെ തന്നെയാണ് എല്ലാ മാഡംസും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഗ്രാമർ സെഷൻ, OET ഗ്രാമർ, നോർമൽ ഇംഗ്ലീഷ് ഗ്രാമർ രണ്ടും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഒരു റീഡിങ് അല്ലെങ്കിൽ ഏത് മൊഡ്യൂൾ എടുത്താലും ഇന്ന ടെൻസിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ ബാക്കി എല്ലാ മാഡംസിനോടും വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം ആഗ്നസ് ജോഷി മാം, അഞ്ജന മാം, സുമ മാം, ഗോപിക മാം, ദീപ്തി മാം, ഷാദിയ മാം, ജോയൽ സാർ, ജിനു ആൻ്റണി സാർ, ശ്രീലക്ഷ്മി മാഡം, ജിനു മാം, എല്ലാത്തിനേക്കാളും ജിനു മാം. അപ്പം എല്ലാവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. താങ്ക് യു.